കോട്ടയത്തെ ഒരാളിന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പലരും. ദിവസങ്ങൾ ആണ് പലർക്കും കാത്തിരിക്കേണ്ടി വരുന്നത്. കേരളത്തിന് പുറത്തു നിന്നുള്ളവരും ഈ കോട്ടയംകാരനെ തിരക്കുന്നുണ്ട്. ഇതൊരു ഓണം വരെയുണ്ടോ? സെപ്റ്റംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കിന് തീരാനാ സാധ്യത. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് ഒക്ടോബർ നവംബർ മാസത്തിൽ വെള്ളം വറ്റിക്കും. വെള്ളം വറ്റിച്ചിട്ട് ട്രാക്ടർ അടിക്കും. ഈ സാധനം ഇരുമ്പ് മുട്ടിക്കഴിഞ്ഞാൽ അലുത്തു പോകും. അലുത്ത് കിടക്കുകയുള്ളു. ഇപ്പം നമ്മൾ ഈ പൂ കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഒരു പൂവിൻ്റെ ആയുസ്സെന്ന് പറഞ്ഞാൽ 12 ദിവസമാണ്. ആ 12 ദിവസത്തിനുള്ളിൽ ഇത് വിടരും, കൂമ്പും. പിന്നെ രാത്രി 9 മണിയാകും വിടരാൻ തുടങ്ങും. പൂർണ്ണമായിട്ടും വിടരുന്നത് രാവിലെ സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നതിന് മുമ്പ് പകലിൻ്റെ വെളിച്ചം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സെപ്റ്റംബർ മാസം എന്തായാലും ഇപ്പോൾ ഒരു 2 മാസമായി തുടങ്ങിയിട്ട്. സെപ്റ്റംബർ വരെ ഉണ്ട്. ആളുകൾക്ക് വരാം. സെപ്റ്റംബർ വരെ വരാം. അപ്പോൾ അനിലേട്ടൻ ഒരു സുരക്ഷിതമായ യാത്രയാണ് ഉറപ്പുവരുത്തുന്നത്. നമ്മളും അങ്ങനെ സുരക്ഷിതമായ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെപ്റ്റംബർ വരെ സമയമുണ്ട്. ആർക്ക് വേണേൽ വരാം. കോട്ടയം നഗരത്തിന് തൊട്ടടുത്താണ്. ആർക്കും അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന സ്ഥലം തന്നെയാണ്. കൊല്ലാടാണ് ഇതുള്ളത്. എന്തായാലും കോട്ടയത്ത് നിന്ന് ഉള്ള ഈ മനോഹര കാഴ്ച ഇവിടെ അവസാനിക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18. ആമ്പൽപ്പാടവും അനിലേട്ടനുമൊക്കെ മലയാളികളുടെ അഭിമാനമാണ്. ആ കാഴ്ചകൾ ഇനിയും തുടരട്ടെ. ഈ ചിങ്ങം ഒന്നിനെങ്കിലും ഇനിയും കാർഷിക മേഖലയിലേക്കും മറ്റ് പ്രവൃത്തികളിലേക്കുമൊക്കെ കൂടുതൽ ആളുകൾ കടന്നു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി